സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് മുഅ്മിനുകളും മുവഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ റമളാൻ നമ്മോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റമളാനിൻ്റെ കവാടത്തിലാണ് നമ്മളെല്ലാം വന്നു നിൽക്കുന്നത്. റമളാനിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റമളാനിലേക്ക് പ്രവേശിക്കാനും റമളാനിൻ്റെ പുണ്യങ്ങൾ ശേഖരിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് ചൊരിയുമാറാവട്ടെ. റമളാനിൻ്റെ തൊട്ട് മുമ്പുള്ള മാസം എന്നുള്ള നിലയ്ക്ക് ശഅബാനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പുണ്യകർമ്മങ്ങൾ അധികരിപ്പിച്ചിരുന്നു. റമളാനിൻ്റെ മാനസികാവസ്ഥയിൽ തന്നെയായിരുന്നു അവിടുന്ന് ശഅബാനിനെയും കണ്ടിരുന്നത് എന്നെല്ലാം മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലും അള്ളാഹുവിൻ്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഏത് കർമ്മം നിർവഹിക്കുമ്പോഴും അതിന് നിയ്യത്തുണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അള്ളാഹു അതിനെ കബൂൽ ചെയ്യുകയുള്ളൂ. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള നബിവചനമാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏതൊരു അമലും ഏത് കർമ്മമായിരുന്നാലും അതെല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു പരിഗണിക്കുന്നത്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന കാര്യമാണ് അള്ളാഹു അതിലൂടെ നൽകുകയുള്ളൂ. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആരെങ്കിലും ഹിജ്റ പോവുകയാണ്, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗത്തിലാണ് അവർ ഹിജ്റ പോകുന്നത് എങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. അവരുടെ ഹിജ്റ അള്ളാഹുവിലേക്കും അവരുടെ റസൂലിലേക്കുമാണ്. ആ ഹിജ്റ അള്ളാഹു സ്വീകരിക്കും, ആ ഹിജ്റക്ക് അള്ളാഹു പ്രതിഫലം നൽകും. വമൻ കാനത് ഹിജ്റതുഹു ഇലദ്ദുനിയാ യുസീബുഹാ. ഇനി ആരെങ്കിലും ഹിജ്റ പോകുന്നത് ദുനിയാവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ദുനിയാവിലെ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ്, ഔ ഇലാ ഇംറഅത്തിൻ യൻകിഹുഹാ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ വിവാഹം കഴിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അയാളുടെ യാത്ര ഹിജ്റ എങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം മാത്രമേ അതിനുണ്ടാവുകയുള്ളൂ. അള്ളാഹുവിങ്കിൽ അതിന് പ്രത്യേകമായ പദവിയോ പ്രതിഫലമോ പരിഗണനയോ ഉണ്ടാവുകയില്ല എന്നാണ്. നമുക്കറിയാം, പല ആളുകളും വിദേശത്തേക്ക് പോകാറുണ്ട്, ഗൾഫിൽ പോകാറുണ്ട്, വിവിധ രാജ്യങ്ങളിലേക്കും വിവിധ നാടുകളിലേക്കും പോകാറുണ്ട്. നമ്മൾ ജോലി ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ, പണ്ടുള്ള ആളുകളൊക്കെ ഒരുപാട് ത്യാഗം ചെയ്ത് ഗൾഫിലേക്ക് പോയ ചരിത്രങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ പോയ ആളുകൾക്ക് ദുനിയാവിൽ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അതും ഹിജ്റയാണ്, പക്ഷേ അത് ദുനിയാവിന് വേണ്ടിയുള്ള ഹിജ്റയാണ്. അതുപോലെ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് വിവാഹം കഴിക്കാനുള്ള ഉദ്ദേശത്തിലോ കച്ചവടം നിർവഹിക്കാനുള്ള കച്ചവടം ചെയ്യാനുള്ള ഉദ്ദേശത്തിലോ ആ രൂപത്തിലൊരാള് യാത്ര പോവുകയാണ് എങ്കിൽ ആ ഉദ്ദേശം മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. അങ്ങനെ ഏതൊരു കർമ്മം ഒരു വിശ്വാസി ഒരു മനുഷ്യനും പ്രവർത്തിക്കുകയാണ് എങ്കിലും ആ പ്രവർത്തിക്ക് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത് എന്നാണ്. അപ്പോൾ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശമാണ്, നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ആ നിയ്യത്ത് ആത്മാർത്ഥമായിരിക്കണം. അങ്ങനെ ആത്മാർത്ഥമായി കഴിഞ്ഞാൽ ചെയ്യാത്ത കർമ്മത്തിന് പോലും അള്ളാഹു പ്രതിഫലം നൽകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നിയ്യത്ത് ഉണ്ടായാൽ, നിയ്യത്ത് നന്നായാൽ ചെയ്യാത്ത അമലുകൾക്ക് പോലും പ്രതിഫലം ലഭിക്കും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഗസാത്ത്.
അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരിക്കലും ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തിൽ റിജാലൻ, ഒരു സംഘം ആളുകൾ, കുറച്ചാളുകൾ മദീനയിൽ യുദ്ധത്തിൽ പങ്കെടുക്കാതെ അവിടെ നിൽക്കുന്ന കുറച്ചാളുകളുണ്ട്. മാ സിർതും മസീറ വലാ ഖതഅതും വാദിയ ഇല്ലാ കാനൂ മഅകും, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ അവരുമുണ്ട്, അവരില്ലാതെയല്ല നിങ്ങൾ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലും താഴ്വരകൾ താണ്ടിക്കടക്കുകയാണ് എങ്കിൽ നിങ്ങളോടൊപ്പം ആ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മദീനയിൽ അവശേഷിച്ചിരിക്കുന്ന ആ ആളുകളും നിങ്ങളോടൊപ്പം താഴ്വര താണ്ടിക്കടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവരും നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ നിന്നിട്ട് പറഞ്ഞു, ഹസബഹും അൽ മറദ്, അവരെ വരാതിരിക്കാൻ അവർക്ക് തടസ്സമായത്, അവരെ തടഞ്ഞത് അവർ രോഗമായതുകൊണ്ടാണ്. അപ്പൊ രോഗം കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾ, അവർ നിങ്ങളുടെ കൂടെ തന്നെ യാത്രയുണ്ട്. കാരണം അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്, അവരുടെ നിയ്യത്ത് ആ യുദ്ധത്തിൽ പങ്കെടുക്കണം എന്നാണ്. അതിൽ പങ്കെടുക്കാത്തതിന്റെ പേരിലുള്ള വിഷമങ്ങളും കുറ്റബോധവും അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരും നിങ്ങളോടൊപ്പമുണ്ട്, യുദ്ധത്തിലും യാത്രയിലുമെല്ലാം നിങ്ങളോടൊപ്പം ആ സംഘവുമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെയാണ് നമ്മുടെ നിയ്യത്തനുസരിച്ചാണ് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നത് എന്ന്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹമ്മ ബിഹസന, ഒരാൾ ഒരു നന്മ മനസ്സിൽ വിചാരിച്ചു, ഒരു നല്ല കാര്യം ചെയ്യണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, എന്നിട്ട് എന്തെങ്കിലും കാരണത്താൽ അത് ചെയ്യാൻ പറ്റിയില്ല, അയാൾ അത് പ്രവർത്തിച്ചില്ല എങ്കിൽ കതബഹല്ലാഹു ഇൻദഹു ഹസനതൻ കാമില, അല്ലാഹു പൂർണ്ണമായ ഒരു നന്മ അയാൾക്ക് വേണ്ടി രേഖപ്പെടുത്തും എന്നാണ്. അപ്പൊ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടേയുള്ളൂ, നിയ്യത്ത് മാത്രമേയുള്ളൂ, ആ അമൽ ചെയ്തിട്ടില്ല. പക്ഷേ ആ അമൽ ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങളുണ്ടാകാം. അങ്ങനെ ഒരു കാരണത്താൽ അത് ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ, ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ നിയ്യത്തിന് പോലും അള്ളാഹു പ്രതിഫലം നൽകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ വളരെ ചെറിയ ഒരു കർമ്മമായിരുന്നാൽ പോലും, ചെറിയൊരു കാര്യമായിരുന്നാൽ പോലും നിയ്യത്ത് നന്നാവുകയാണ് എങ്കിൽ അത് മഹത്തരമായി തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റുബ്ബ അമലിൻ സഗീരിൻ, എത്രയെത്ര നിസാരമായ ചെറിയ ചെറിയ കാര്യങ്ങളാണ് തുഅല്ലിമുഹു അന്നിയ്യ, അത് നിയ്യത്ത് കാരണം അത് മഹത്വമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലും അതിന്റെ ഉദ്ദേശം, അതിന്റെ നിയ്യത്ത്, അള്ളാഹുവേ നീ സ്വീകരിക്കണം, അള്ളാഹുവേ നീ പ്രതിഫലം നൽകണം, അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു നിയ്യത്ത് മനസ്സിലുണ്ട് എങ്കിൽ ആ ചെറിയ കാര്യവും മഹത്വമുള്ളതായി തീരുന്നു. വറുബ്ബ അമലിൻ കബീരിൻ തുസഗ്ഗിറുഹു അന്നിയ്യ, വലിയ 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 കാര്യങ്ങൾ, ആ വലിയ കാര്യം നിയ്യത്ത് മോശമായി കഴിഞ്ഞാൽ അത് വളരെ ചെറുതായി പോകുന്നു, നിസ്സാരമായി പോകുന്നു, അള്ളാഹു നിസ്സാരമാക്കി കളയുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പം വലിയൊരു പ്രവർത്തനം നമ്മൾ നടത്തി, വലിയൊരു കാര്യം നമ്മൾ ചെയ്തു, നമ്മളൊരു ഹജ്ജ് ചെയ്തു, ഏതാണ്ട് 2 ലക്ഷം 3 ലക്ഷം രൂപ ചെലവാണ്, അല്ലെങ്കിൽ 4-5 ലക്ഷം ചെലവാണ്. നമ്മുടെ മനസ്സിൽ അത് വലിയൊരു കാര്യമാണ്. പക്ഷേ ആ ഹജ്ജ് നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഉദ്ദേശം അത്ര ശരിയല്ല. ആളുകള് ഞാനൊരു ഹാജിയായി മാറുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തവനാണ് എന്ന് എന്നെക്കുറിച്ച് ധരിക്കണം എന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ ആ ചെലവഴിച്ച പണം അത്രയും ബാത്തിലാണ് എന്നർത്ഥം. അത് വലിയൊരു കർമ്മമായിട്ട് നമുക്ക് തോന്നിയിട്ട് കാര്യമില്ല, അള്ളാഹു അതിനെ നിസ്സാരമാക്കി കളയും എന്ന് ഒരു കേവലം ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. അങ്ങനെ ഏതൊരു കാര്യമായിരുന്നാലും ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉദ്ദേശമാണ് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകുന്നത്. അതുകൊണ്ടാണ് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ ആകാര ഭംഗിയിലേക്ക് നോക്കുകയില്ല,
നിങ്ങളുടെ ശരീരത്തിലേക്കല്ല അള്ളാഹു നോക്കുന്നത്. വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ സൗന്ദര്യങ്ങളിലേക്കോ അള്ളാഹു നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹുവിന്റെ നോട്ടം നിങ്ങളുടെ ഖൽബിലേക്കാണ്, നിങ്ങളുടെ നെഞ്ചകത്തേക്കാണ്, നിങ്ങളുടെ മനസ്സിലേക്കാണ് അള്ളാഹു നോക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരു മരണമുണ്ടായി നാട്ടിൽ, അല്ലെങ്കിൽ ഒരാൾ രോഗിയായി കിടക്കുകയാണ്. അപ്പൊ ആ മരണ വീട്ടിലേക്ക് പോകുമ്പോൾ ആ വീട്ടുകാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, അവരെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് ആ മരണ വീട് സന്ദർശിക്കുകയാണ് എങ്കിൽ അതിന് പ്രതിഫലമില്ല. ഒരു രോഗിയെ സന്ദർശിക്കുമ്പോ അത് മറ്റ് വീട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ എന്നാണ് നിയ്യത്ത് എങ്കിൽ അതിന് പ്രതിഫലമില്ല. മറിച്ച് ഇത് അള്ളാഹു എനിക്ക് എന്റെ മേൽ ബാധ്യതയാക്കിയ ഒരു അമലാണ് നിർവഹിക്കുന്നത്. അത് ചെയ്യുന്ന സമയത്ത് ആ മരണപ്പെട്ട വ്യക്തിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്, അയാൾക്ക് വേണ്ടി, ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു അമലു സ്വാലിഹാത്താണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധ്യവും ആ ഒരു നിയ്യത്തും, അള്ളാഹുവേ നീ പ്രതിഫലം തരണേ എന്നുള്ള പ്രാർത്ഥനയുമുണ്ട് എങ്കിൽ അവിടെയാണ് അള്ളാഹു അത് സ്വീകരിക്കുന്നത്, അള്ളാഹു അതിന് പ്രതിഫലം നൽകുന്നത്. ഒരാൾ ഒരു ഹെൽപ്പ് ചോദിക്കുന്നു, നമ്മൾ അയാളെ സഹായിക്കുന്നു, ആ സഹായം ചെയ്തില്ലെങ്കിൽ അയാൾ എന്ത് കരുതും എന്ന് വിചാരിച്ചിട്ടാണ് എങ്കിൽ അതിന് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമില്ല. അള്ളാഹു അതിനെ നിസ്സാരമാക്കി കളയും, അള്ളാഹു അതിന് വില നൽകുകയില്ല. മറിച്ച് ഞാൻ ഈ സൽക്കർമ്മം ചെയ്താൽ, ഞാൻ ഒരാളെ സഹായിച്ചാൽ ആ സഹായത്തിന് അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും. ആ സഹായിക്കുക എന്നുള്ളത് അള്ളാഹു എന്നെ ഏൽപ്പിച്ച ബാധ്യതയാണ്, അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥനയും മനസ്സിലുണ്ട് എങ്കിൽ അള്ളാഹു അത് സ്വീകരിക്കും, അള്ളാഹു അതിനെ മഹത്തരമാക്കും. ഒരു മുള്ള്, വഴിയിലൊരു കുപ്പിച്ചില്ല് കണ്ടു, ഒരു മാലിന്യം കണ്ടു, അതെടുത്ത് മാറ്റുമ്പോൾ പോലും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹുവെ നീ സ്വീകരിക്കണേ എന്നുള്ള ദുആയുണ്ടാകണം, ആ പ്രാർത്ഥനയുണ്ടാകണം. അതാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ദുആയും നിയ്യത്തും പരസ്പര പൂരകങ്ങളാണ്. ഏതൊരു കർമ്മവും അള്ളാഹുവേ നീ സ്വീകരിക്കണമേ എന്നുള്ള ആ ഒരു മനസ്സാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അതാണ് വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടത്. മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, ഫഅനാമു വഅഖൂമു ഫഅഹ്തസിബു നൗമി കമാ അഹ്തസിബു ഖൗമതി എന്ന്. നമസ്കാരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന പുണ്യം ഞാൻ എന്റെ ഉറക്കത്തിലും ആഗ്രഹിക്കാറുണ്ട് എന്നാണ്. രാത്രി നമസ്കാരം, ഖിയാമുൽ ലൈൽ നമസ്കാരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം, ഞാൻ ആഗ്രഹിക്കുന്ന പുണ്യം, അത് ഞാൻ ഉറങ്ങുമ്പോഴും ആഗ്രഹിക്കാറുണ്ട് എന്ന്. അതിനെക്കുറിച്ച് ഇമാം ഗസാലിയെ പോലുള്ള, ഇമാം ഖുർത്തുബിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഉറങ്ങുമ്പോൾ ആ ഉറക്കത്തിൽ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ഉന്മേഷം ലഭിക്കാനും എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഒരു സഹായമാകാനും വേണ്ടിയാണ് ഞാൻ ഈ ഉറങ്ങുന്നത് എന്നുള്ള ഒരു നിയ്യത്ത് ഉറങ്ങുമ്പോൾ ഉണ്ടെങ്കിൽ, കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാനുള്ളതാണ്. ആ എഴുന്നേറ്റിട്ട് എനിക്ക് തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കണം, ഖിയാമുൽ ലൈൽ നമസ്കാരം നിർവഹിക്കണം. ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ എനിക്ക് ക്ഷീണമില്ലാതിരിക്കാൻ, എനിക്ക് ഉന്മേഷമുണ്ടാകാൻ, എനിക്ക് അതൊരു സഹായമായി തീരും എന്നുള്ള ഒരു നിയ്യത്തോടുകൂടി ഉറങ്ങുകയാണ് എങ്കിൽ ആ ഉറക്കം പോലും പ്രതിഫലാർഹമായി എന്നർത്ഥം, ആ ഉറക്കിന് പോലും പുണ്യമുണ്ട് എന്നർത്ഥം, ആ ഉറക്കം പോലും ഇബാദത്താണ് എന്നർത്ഥം. നമ്മളൊക്കെ ഉറങ്ങുമ്പോ കുറച്ച് നേരത്തെ കിടക്കണം, എനിക്ക് ജോലിക്ക് പോകാനുള്ളതാണ് എന്നുള്ള നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട്. അപ്പൊ ജോലി സമയത്ത് ഉറങ്ങിപ്പോകാതിരിക്കാൻ, ജോലി സമയത്ത് ഉന്മേഷമുണ്ടാകാൻ, ജോലി സമയത്ത് ക്ഷീണമുണ്ടാകാതിരിക്കാൻ ഉറങ്ങുന്ന നമ്മൾ, ആ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ, അള്ളാഹുവിനോട് തൗബയിരക്കാൻ, നേരത്തെ എഴുന്നേൽക്കാൻ, തഹജ്ജുദ് നമസ്കരിക്കുന്ന സമയത്ത് ഉറക്കിൽ നിന്നും നല്ല ഉന്മേഷത്തോടുകൂടി എഴുന്നേൽക്കാൻ ഞാൻ ഉറങ്ങുന്നു എന്നുള്ള ഒരു നിയ്യത്ത്, അള്ളാഹുവേ ഇത് മൂലം എന്റെ ഇബാദത്തിന് നീ അനുഗ്രഹമാക്കി തരണം എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ആ ഉറക്ക് പോലും അള്ളാഹുവിങ്കൽ പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ സഹോദരിമാർക്ക് മുഴുവൻ നമസ്കാരങ്ങളും ലഭിക്കാറില്ല. മാസത്തിൽ കുറെ ദിവസങ്ങൾ നമസ്കാരം നഷ്ടപ്പെടും, മാസത്തിൽ ഒരു ജുമാ നഷ്ടപ്പെടും, അതുപോലെ നോമ്പ് നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റ് കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുകയാണ് എങ്കിൽ ആ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ പ്രാർത്ഥനയും നിയ്യത്തും, ആ കർമ്മങ്ങൾ അല്ലാഹുവേ ഞാൻ നിർവഹിക്കുന്നത് കൊണ്ട് ഈ നിർവഹിക്കാത്തതിനും എനിക്ക് പ്രതിഫലം ലഭിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയും നിയ്യത്തും മനസ്സിലുണ്ട് എങ്കിൽ നിർവഹിക്കാത്ത നമസ്കാരത്തിനും എടുക്കാത്ത നോമ്പിനും പങ്കെടുക്കാത്ത ജുമാക്കും അതിൻ്റെതായ പ്രതിഫലം ലഭിക്കും. അപ്പോൾ ഇതിനെല്ലാം നിയ്യത്താണ് പരമപ്രധാനമായിട്ടുള്ളത് എന്നർത്ഥം. മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരാൾ വീട്ടിൽ നിന്നും വുളൂ ചെയ്തുകൊണ്ട് പള്ളി മാത്രം ലക്ഷ്യമാക്കിയിട്ട് പള്ളിയിലേക്ക് ജമാഅത്ത് ലക്ഷ്യമാക്കി പള്ളിയിലേക്ക് വന്നാൽ ഓരോ കാലടിക്കും പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് വീട്ടിൽ നിന്ന് വുളൂ ചെയ്തുകൊണ്ട് പള്ളി മാത്രം ലക്ഷ്യമാക്കിയിട്ട് വന്നാൽ എന്നാണ്. അപ്പൊ അവിടെയും നിയ്യത്താണ്. പള്ളിയിലും ജമാഅത്തും പള്ളി മാത്രം മനസ്സിൽ കരുതിയിട്ട് പുറത്തങ്ങാടിയിൽ പോകാൻ വേണ്ടിയല്ല, മാർക്കറ്റിൽ പോകാൻ വേണ്ടിയല്ല, ആരെങ്കിലുമായി സൗഹൃദം പങ്കിടാൻ വേണ്ടിയല്ല, പള്ളി എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രം, ജമാഅത്ത് നമസ്കാരം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് പുറപ്പെട്ടാൽ ഓരോ കാലടിക്കും അല്ലാഹു പ്രതിഫലം നൽകും എന്നാണ്. അപ്പൊ നിയ്യത്തിന്റെ പ്രാധാന്യം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ നവൈതു ഫർളൻ എന്നിങ്ങനെ നമ്മൾ ഏതെങ്കിലും ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞാൽ അതല്ല നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്ത് മനസ്സിന്റെ തേട്ടമാണ്, മനസ്സിന്റെ ഇച്ഛയാണ്, മനസ്സിന്റെ ആഗ്രഹമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ആ നിയ്യത്തോടുകൂടി ചെയ്താലാണ് അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുക. ആ നിയ്യത്തിൽ മാറ്റമുണ്ടായാൽ അതാണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമാണ്, നമസ്കരിക്കുന്നവർക്ക് നാശമാണ്. അത് എങ്ങനെയുള്ള നമസ്കാരമാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ നമസ്കാരത്തിൽ അശ്രദ്ധരാണ്, ശ്രദ്ധയില്ലാതെ നമസ്കരിക്കുന്നവരാണ്. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നമസ്കാരത്തിലാണ് എന്നുള്ള ബോധം പോലുമില്ലാതെ നമസ്കരിക്കുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മൾ കാണാറില്ലേ, അബദ്ധത്തിലാണെങ്കിലും അല്ലെങ്കിലും നമ്മളൊക്കെ ഇപ്പൊ ജുമാക്ക് വരുമ്പോൾ പോലും നമ്മുടെ മൊബൈലുകൾ റിങ് ചെയ്യുന്നുണ്ട് പല ആളുകളുടെയും. ജമാഅത്തിന് ജുമാക്ക് വന്നിരിക്കുന്ന സമയത്ത്, ഖുതുബ നിർവഹിക്കപ്പെടുന്ന സമയത്ത് പോലും ആ മൊബൈലിൽ ഇങ്ങനെ തോണ്ടിപ്പോകുന്ന ആളുകളുണ്ട്. പല സന്ദർഭങ്ങളിലും ഈ മിമ്പറിൽ വെച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നിയ്യത്തിൽ കളങ്കമുണ്ടാകുമ്പോൾ അവർക്ക് നാശമാണ് എന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അശ്രദ്ധമായ നമസ്കാരം, അശ്രദ്ധമായ കർമ്മങ്ങൾ അത് നാശത്തിലേക്കാണ് എന്ന്. അല്ലദീനഹും യുറാഊൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി, പ്രകടന പരതയ്ക്ക് വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾ നമസ്കാരം. അങ്ങനെ ആളുകളെ കാണിക്കാൻ നമസ്കരിക്കുന്നവര്, അശ്രദ്ധമായി നമസ്കരിക്കുന്നവര്, അലസമായി ഇബാദത്ത് നിർവഹിക്കുന്നവർ, അവർക്ക് ആ ഇബാദത്ത് മൂലം നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് നമസ്കാരം മാത്രമല്ല, നമ്മൾ നോമ്പെടുക്കുകയാണ് എങ്കിലും, നമ്മൾ ഹജ്ജ് നിർവഹിക്കുകയാണ് എങ്കിലും, നമ്മൾ സ്വതക്ക നൽകുകയാണ് എങ്കിലും, നമ്മൾ ഏത് സേവനം നിർവഹിക്കുകയാണ് എങ്കിലും, നമ്മൾ ദീനീ പ്രബോധന പ്രവർത്തനങ്ങളാണ് എങ്കിലും, അവിടെയെല്ലാം നമ്മുടെ നിയ്യത്ത് ശരിയാകണം. ആരും കാണാൻ വേണ്ടിയല്ല, ആരും അഭിപ്രായം പറയാൻ വേണ്ടിയല്ല, ആരും പ്രശംസിക്കാൻ വേണ്ടിയല്ല. അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ്, നിന്റെ പ്രതിഫലമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള നിയ്യത്താണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതേപോലെ തന്നെ റമളാനിനെ കുറിച്ച്, റമളാനിലെ നോമ്പിനെ കുറിച്ച്, റമളാനിലെ നമസ്കാരങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ സ്വാഇം, എത്രയെത്ര നോമ്പുകാരാണ്, എത്രയെത്ര വ്രതാനുഷ്ഠാനക്കാരാണ്,
ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. അവരുടെ നോമ്പ് കൊണ്ട് അവർ വിശപ്പ് സഹിച്ചു എന്നല്ലാതെ, പട്ടിണി കിടന്നു എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. റുബ്ബ ഖായിം, എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ്. ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവരുടെ രാത്രി നമസ്കാരം കൊണ്ട് അവർ ഉറക്കൊഴിച്ചു എന്നല്ലാതെ മറ്റ് യാതൊരു പ്രയോജനവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ. അവർ പട്ടിണി കിടക്കുന്നുണ്ട്, നോമ്പ് മുഴുവനും എടുക്കുന്നുണ്ട്. പക്ഷേ ആ നോമ്പെടുക്കുമ്പോൾ എന്താണോ നോമ്പിന്റെ ലക്ഷ്യം, എന്തിനു വേണ്ടിയാണോ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അള്ളാഹുവേ, എന്റെ നോമ്പിലൂടെ, എന്റെ പട്ടിണിയിലൂടെ എനിക്ക് നീ തഖ്വ നൽകണം, സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് ഏകണം എന്നുള്ള ദുആയോടുകൂടി ആ നോമ്പിനെ ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കുന്നില്ല എങ്കിൽ ആ നോമ്പ് കൊണ്ട് പട്ടിണി മിച്ചം, മറ്റൊരു നേട്ടവുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രാത്രി നമസ്കാരവും അങ്ങനെ തന്നെയാണ്. രാത്രി നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട്, ആ കൂട്ടത്തിൽ ഞാനും പോകുന്നു, അങ്ങനെ നമസ്കരിക്കുന്നു. അങ്ങനെ കേവലമായ ഒരു നമസ്കാരമാണ് എങ്കിൽ രാത്രി ഉറക്കൊഴിച്ചു എന്നല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് പ്രത്യേകമായി യാതൊരു പ്രതിഫലവുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. അതേപോലെ അതിന്റെ നേർ വിപരീതമായിട്ട് അവിടുന്ന് പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സാമ റമളാന, ആരെങ്കിലും റമളാനിൽ നോമ്പെടുക്കുകയാണ്, ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും പ്രതിഫലം പുണ്യം മോഹിച്ചുകൊണ്ടും ആരെങ്കിലും നോമ്പെടുക്കുകയാണ് എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്നാണ്. അതുപോലെ വമൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, റമളാനിൽ ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈമാനോടുകൂടി നിന്ന് നമസ്കരിക്കുകയാണ് എങ്കിൽ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നാണ്. അപ്പൊ ആ നിയ്യത്ത് ശരിയാകുമ്പോഴാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. നിയ്യത്തിൽ കളങ്കമുണ്ടായാൽ അതുമൂലം അവന് നാശമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്. അമലുകൾ ചെയ്യുമ്പോൾ ഭയമുണ്ടാകണം, അമലുകൾ ചെയ്യുമ്പോൾ വിനയമുണ്ടാകണം. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, ആര് തന്റെ റബ്ബിന്റെ മഖാമിനെ ഭയപ്പെടുന്നുവോ, തന്റെ റബ്ബിന്റെ സന്നിധിയെ ആരാണോ ഭയപ്പെടുന്നത്, വനഹൻ നഫ്സ അനിൽ ഹവാ, ദേഹേച്ഛയിൽ നിന്നും മനസ്സിനെ ആരാണോ തടഞ്ഞു നിർത്തുന്നത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവർക്കുള്ളതാണ് സ്വർഗമെന്ന സങ്കേതം എന്ന് വിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനോടുള്ള ഭയവും അള്ളാഹുവിനോടുള്ള വിനയവുമാണ് നമ്മുടെ നിയ്യത്ത് എന്ന് പറയുന്നത്. ആ നിയ്യത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി അമലുകൾ ചെയ്യുമ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുക. ഇഖ്ലാസോടുകൂടി അമലുകൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ.